ഹലോ. ഇന്നൊരു ഉണ്ടമുളക് തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടമുളകെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഉണ്ടമുളക്. നിങ്ങളൊക്കെ ഉണ്ടമുളക് തോരനോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ഉണ്ടമുളക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ ഈ ഒരു സാധനം മാത്രം മതി. അധികം എരിവും ഇല്ല, ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ ഉണ്ടമുളകെല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുക. കരിയാപ്പില, ആവശ്യത്തിന് തേങ്ങ. ഇത്രയും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് കടുക് പൊട്ടിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം ഇട്ട്, സവാളയോ കൊച്ചുള്ളിയോ ചേർക്കാം കേട്ടോ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം ചേർത്ത് ഒന്ന് വരുമ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ട് ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ടമുളകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചേർക്കാനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ എന്നിട്ട് തിളപ്പിക്കുക. ഇത് തിളച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് വരും, നല്ല അടിപൊളി ഒരു മണം വരും. അപ്പം വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇതിനകത്തല്ലാത്ത മല്ലിപ്പൊടിയോ മറ്റ് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നത് നമ്മൾ ഇത്ര സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ താരമാണ് കേട്ടോ, ഉണക്കമീൻ. ഉണക്കമീൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് തീയിലിട്ടൊന്ന് ആവിയിട്ട് കഴിഞ്ഞ് ഒന്ന് ശരിയാക്കി ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ചേർത്ത് റെഡിയാക്കി എടുക്കുക. ലാസ്റ്റിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി അങ്ങോട്ട് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറൊരു കറിയും വേണം നമുക്ക് ചോറാൻ, ഇത് മാത്രം മതി. ആവശ്യം ഇപ്പം ഈ വെള്ളത്തിൽ നമ്മൾ തിളയ്ക്കുമ്പോഴത്തേക്ക് കുറേ എരിവൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു എരിവ്, ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് ഒന്ന് കഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തവരുണ്ടെങ്കിൽ പറയുക.